കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ദിവസത്തേക്ക് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല, അതിൻ്റെ കാരണം ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഒരു കാരണം എൻ്റെ പല്ലിൻ്റെ പ്രശ്നമായിരുന്നു. ഇന്നലെ ഞാൻ പോയൊരു ഡോക്ടറെ കണ്ട് ഡോക്ടർ റൂട്ട് കനാൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് ഈ ഭാഗമാണ് ആദ്യം ചെയ്യുന്നത്. ഈ ഭാഗത്തെ പല്ലിന് പോടില്ല, പക്ഷേ തേയ്മാനം വന്നിട്ട് പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ വശത്തൊന്നും കഴിക്കാൻ പറ്റാത്തത്. ഓൾറെഡി പോടുള്ള ഭാഗത്ത് പല്ലെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു ഈ സൈഡിലിട്ട്. ഈ സൈഡായിരുന്നു മുഴുവൻ വർക്കും ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നലെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പ്രോസസ്സൊക്കെ ചെയ്തപ്പം മരവിച്ചിരിക്കുമായിരുന്നു. പിന്നെ രാത്രി മരവിപ്പ് മാറിയപ്പം വേദനയായിരുന്നു. ആൻറ്റിബയോട്ടിക് എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് പോടുള്ള ഒരു പല്ലുണ്ട്, അത് എടുക്കാൻ പറ്റില്ല. നമുക്ക് RCCന്ന് പെർമിഷൻ തന്നാൽ മാത്രമേ ഇവിടെ ഡോക്ടർ എടുക്കത്തുള്ളൂ. RCCന്ന് ഒരു കാരണവശാലും പെർമിഷൻ കിട്ടത്തില്ല. ഞാൻ 1-2 തവണ ഡോക്ടറോട് ചോദിച്ചതാണ്. ഞങ്ങൾ എന്തായാലും പെർമിഷൻ തരില്ല, ഓൺ റിസ്കിൽ വേണമെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞു. അതിന് കാരണം എന്താ വെച്ചാൽ 2020 എനിക്കൊരു ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 3 വർഷത്തേക്ക്. ആ ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ടാണ് പല്ലെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ലൈഫ് ലോങ് ഇനിയും പല്ലെടുക്കാൻ പാടില്ല. അപ്പോൾ അത് എന്തെങ്കിലും ചെയ്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടയ്ക്കാൻ പറ്റുമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. അല്ലാതെ ഒരു മുറിവ് വരുത്തിക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ കാരണമാണ് വീഡിയോ ഇടാത്തത്. എല്ലാം ഓക്കെ ആയിട്ട് ഞാൻ വരാം. ഷോർട്ട് വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നതൊക്കെ ഇന്ന് ഓൺ വോയിസ് ഒക്കെ ഇടാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ ആയിട്ടുണ്ട്. ഇന്നലെ ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടാം. ലോങ് വീഡിയോസ് കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ, ഞാൻ ഓക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ വിവരങ്ങൾ അന്വേഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം. ഓരോരുത്തരോടും കമൻറ്റിലൂടെ മറുപടി പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ ഒരു വോയിസ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വ്യാഴാഴ്ചയാണ് അടുത്ത പരിപാടി പല്ലിൻ്റെ കേട്ടോ. അതുകൂടെ ഒക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാ രീതിയിലും ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ.